ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കൂടാതെ നല്ലൊരു അടിപൊളി സമ്മർ ഡ്രിങ്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു അര കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം അത് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതാ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ അങ്ങ് ഉടഞ്ഞു കിട്ടുവേ. ഇനി നമ്മളിതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് മൊത്തമായിട്ട് നമുക്കൊരു 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഒഴിച്ച് കണ്ടല്ലോ, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് അതൊന്ന് കട്ടിയാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാമേ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. പെട്ടെന്നൊക്കെ നമുക്കിപ്പം രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് തയ്യാറാക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അതങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഫുള്ളായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം അതും കൂടി ഇടുമ്പോഴത്തേക്കും നല്ലൊരു തിക്കായിട്ട് ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 അരിഞ്ഞ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി നല്ല കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആയിരിക്കാൻ വേണമെങ്കിൽ ഈ പഞ്ചസാരയും ശർക്കരയും ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം കുറച്ച് ഈന്തപ്പഴം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതിയേ. ഇനി ഇതിൽ നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ 2 ബീറ്റ്റൂട്ടിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തിളപ്പിച്ച് ആറിയ പാലാണ്. അത് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സിയിലെ ജാറിൽ നമുക്ക് നല്ലോണം അടിച്ച് ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് അങ്ങ് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങൾ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ അങ്ങ് അരിഞ്ഞ് കിട്ടുമ്പോൾ അരിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കതങ്ങ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരിക്കൽ കൂടെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് സഹായിക്കുകയും. അപ്പോൾ ഇവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അത് ആ അരിപ്പയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തവിയോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നമുക്ക് അതങ്ങ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഫുള്ളായിട്ട് അതങ്ങ് ഇറങ്ങി വരും കേട്ടോ. കണ്ടല്ലോ, സ്മൂത്തായിട്ട് തന്നെ നമ്മൾ നല്ലോണം അത് അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അധികം കട്ടകളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അതുകൂടാതെ ഇപ്പോൾ നല്ല ചൂടുകാലമല്ലേ, അപ്പോൾ ഇതേപോലെ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. പിന്നെ റാഗി പൊടിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഷുഗറും ഇത്തിരി പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഷുഗറിന് പകരം പഞ്ചസാരയും ശർക്കരയും ആഡ് ചെയ്യുന്നതിന് പകരം ഈന്തപ്പഴം എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടല്ലോ, നല്ലോണം അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടല്ലോ. നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കസകസ ഇതേപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെച്ചിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും നല്ലൊരു സമ്മർ ഡ്രിങ്കും ഒക്കെ ആയിട്ടുള്ളൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ റാഗിപ്പൊടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊടിയാണല്ലേ. അപ്പോൾ അത് കഴിക്കാത്ത കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. അവർ സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ കുടിച്ചോളും കേട്ടോ. കാരണം നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കും കൂടെയാണ് കേട്ടോ. കാരണം നമ്മളിതൊന്ന് ഇതേപോലെ നമുക്കങ്ങ് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂളാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കിതങ്ങ് കൊടുക്കാം കേട്ടോ. അപ്പം കുട്ടികൾ സ്മൂത്തായിട്ട് അതങ്ങ് കഴിച്ചോളൂ. അപ്പം ഞാൻ ഇവിടെ 2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാഷ്യൂ നട്ടും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്, പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.